ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ജെഇ അഡ്വാൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അവർ ഇതിന് ശേഷം ഏത് ക്യാമ്പസ് ചൂസ് ചെയ്യാൻ എല്ലാവർക്കും ഓരോരോ സ്വപ്ന ക്യാമ്പസുകൾ ഉണ്ടായിരിക്കും. അതായത് IIT ബോംബെ, IIT മദ്രാസ്, അങ്ങനെ ടോപ്പ് IITs തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ളത് അല്ലേ. സോ IIT ബോംബെ എടുക്കണോ IIT മദ്രാസ് എടുക്കണോ എന്ന് കുറച്ച് പേർക്കുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് ഇരിക്കെ അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് പറയാൻ പറ്റുന്ന രണ്ടാൾക്കാർ തന്നെയാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. സോ IIT മദ്രാസിൽ നിന്നും വന്ന ശ്രീറാം ഉണ്ട് നമ്മുടെ കൂടെ. അതോടൊപ്പം തന്നെ ഇതാ IIT ബോംബെയിൽ നിന്നുള്ള അസിലുണ്ട്. അപ്പോൾ IIT ബോംബെയുടെ സ്പെഷ്യാലിറ്റിയും IIT മദ്രാസിന്റെ സ്പെഷ്യാലിറ്റിയും നമുക്ക് ഇവരുടെ അടുത്തുനിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് അറിയാം അല്ലേ. സോ രണ്ടുപേർക്കും വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ ക്യാമ്പസിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ? അതായത് എന്തൊക്കെ ഹൈലൈറ്റ്സ് ആണ് ഇപ്പം IIT ബോംബെ അല്ലെങ്കിൽ IIT മദ്രാസ് എടുക്കാൻ ആഗ്രഹിക്കാൻ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ IIT മദ്രാസ് ആണോ IIT ബോംബെ ആണോ ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ ഏത് പറയും? അസൽ ഏത് പറയും? ഒബ്വിയസ്ലി IIT ബോംബെ ആണ് ബെസ്റ്റ്. ഗോവയിലിരിക്കുന്ന IIT ബോംബെ ആണ്. ലൈക്ക് 2 ലേക്ക്, ഒരു ട്രക്കിംഗ് ഹിൽ, ലൈക്ക് ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ, ലൈക്ക് എ വാസ്റ്റ് ജിംഖാന ഗ്രൗണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള IIT ബോംബെ തന്നെയാണ് ബെസ്റ്റ്. ശ്രീറാം, ഇപ്പം അസിൽ IIT ബോംബെയുടെ കാര്യം പറഞ്ഞു. ഇപ്പം IIT മദ്രാസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ്, അതായത് IIT ബോംബെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് IIT മദ്രാസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും? എൻ്റെ ഒപ്പീനിയനിൽ IIT മദ്രാസ് ആണ് ഇന്ത്യയിൽ ഇതുവരെ ഇപ്പോൾ ഉള്ള ബെസ്റ്റ് കോളേജ് എന്ന് പറയാൻ. അത് NR1 ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. അവിടെ തന്നെ പിന്നെ ഞങ്ങൾക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാമ്പസ് ഉണ്ട്. സിറ്റി സെൻട്രൽ തന്നെയാണ് ഞങ്ങളുടെയും ക്യാമ്പസ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ളൊരു ക്യാമ്പസാണ് IIT മദ്രാസിൻ്റെ. അതുപോലെ സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, അതുപോലെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ക്യാമ്പസും കൂടിയാണ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ളൊരു ക്യാമ്പസാണ്. ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്, പിന്നെ മനോഹർ സി വത്സ സ്റ്റേഡിയം എന്ന സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്. അതുപോലെ നിങ്ങളെ പോലെ തന്നെ ഒളിമ്പിക് സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂൾ ഞങ്ങളുടെ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ സ്റ്റുഡൻസ് ആക്ടിവിറ്റി സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്റർ ഉണ്ട്. അവിടെയാണ് ബേസിക്കലി എല്ലാ കൾച്ചറൽ ഇവൻസും എല്ലാം ഞങ്ങളുടെ ക്യാമ്പസിൽ കാണുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ മൂവി സ്ക്രീനിങ്ങും അതേപോലെ ഇപ്പോൾ ഇന്ത്യയുടെ വല്ല വേൾഡ് കപ്പ് ഫൈനൽ മാച്ചസോ അങ്ങനെ എല്ലാം നമുക്ക് അവിടെ സ്ക്രീനിങ് ചെയ്യാറുണ്ട്. സോ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും വളരെ കൂടുതലാണ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽസ് ആണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് കിട്ടാൻ പോകുന്ന ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ മന്ദാക്കിനി എന്ന് പറയുന്ന ഹോസ്റ്റലാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു 150 crore പ്രോജക്റ്റാണ്. ഫെസിലിറ്റീസിലാണ്. അപ്പോൾ അതിൽ അവിടെ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്സ് ഉണ്ട്, ജിം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ എല്ലാ രീതിയിലും എനിക്ക് തോന്നുന്നു IIT മദ്രാസ് ആണ് IIT ബോംബെയെക്കാട്ടും ബെറ്റർ ക്യാമ്പസ്. ഓക്കെ, അസിൽ എങ്ങനെയാണ് അപ്പോൾ ഈ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ രണ്ട് ക്യാമ്പസും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് IIT വേഴ്സസ് ഒരു നമ്മൾ ബോംബെ നോക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്ലേസ്മെന്റ് സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് അസിൽ അവിടെ ബോംബെയിൽ എങ്ങനെയാണ്? ലൈക്ക് ഒബ്വിയസ്ലി പ്ലേസ്മെൻറ്റിൽ ബോംബെ ആണ് ബെറ്റർ മദ്രാസിനെക്കാളും. ലൈക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 to 50 ബോംബെ എടുക്കാനുള്ള കാരണം തന്നെ അതാണ്. ജെ റാങ്കിന് ടോപ്പ് ഒന്നും വെച്ച് കമ്പനി പ്ലേസ്മെന്റ് ആയിട്ട് നിർബന്ധമില്ല. പക്ഷേ പ്ലേസ്മെന്റ് അങ്ങനെ തന്നെയാണ് വരാറ്. ലൈക്ക് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കലി മോർ പെർസെന്റേജ് ഓഫ് പ്ലേസ്മെന്റ്. കമ്പനി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് കമ്പനീസ് ഒക്കെ എല്ലാ ടോപ്പ് 5 IITs ഏകദേശം എല്ലാ ടോപ്പ് കമ്പനീസും അതൊരു കാര്യമാണ്. പിന്നെ വർഷാവർഷം പ്ലേസ്മെന്റ്സ് ഓരോ IITയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാറുണ്ട്. പ്ലേസ്മെന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, റിസർച്ചിന്റെ കാര്യം പോരട്ടെ. റിസർച്ച് കാര്യത്തിലും കോമ്പറ്റീറ്റീവ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് എന്ന് പറഞ്ഞൊരു ഞങ്ങളൊരു കോമ്പറ്റീറ്റീവ് ടീമാണ്. അപ്പോൾ സോ ബേസിക്കലി ഹൈപ്പർലൂപ്പ് ടെക്നോളജിയിൽ അവർ റിസർച്ച് എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗവൺമെൻറ് ഫണ്ടിങ്ങോടെ സ്റ്റുഡൻറ്റ് റണ്ണാണത്. അപ്പോൾ അതിൽ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹബുണ്ട്. അവിടെയാണ് ഞങ്ങൾ കോമ്പറ്റീറ്റീവ് ടീംസും എല്ലാ ടെക് ക്ലബ്സിൻ്റെയും മെയിനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റിസർച്ച് ഇതിലാണെങ്കിലും ഇപ്പോൾ IIT മദ്രാസ് എന്ന് പറഞ്ഞാൽ റിസർച്ചിന് വളരെ വെൽ നോൺ ആണ്, വളരെ ഫേമസ് ആണ്. ഇപ്പോൾ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ IIT മദ്രാസിലൊക്കെ പ്രൊഫസേഴ്സ് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് പ്രൊഫസേഴ്സാണ്. അപ്പോൾ വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ റിസർച്ച് പ്രോജക്ട്സ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക, റിസർച്ച് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീറ്റീവ് ടീംസ് ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് എന്ന് പറഞ്ഞ ടീമിനെ ടെസ്ലയുടെ CEO എലോൺ മസ്ക് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കോമ്പറ്റീറ്റീവ് ടീംസിലൊക്കെ ഞങ്ങൾ ഇവരെക്കാട്ട് ഒരുപാട് മുന്നിലാണ്. ഓക്കെ, അപ്പം ബോംബെയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റിസർച്ചിലും ആ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഞങ്ങൾ റിസർച്ചിലൊട്ടും മോശമൊന്നുമല്ല. ലൈക്ക് ഇവർക്ക് ഒരു പക്ഷേ ലൈക്ക് ആവിഷ്കാർ പോലെ കുറച്ച് ഇതുപോലെ ഉണ്ട്. ഞങ്ങൾക്കും ഞങ്ങളതായ പുതിയ പ്രൊജക്ട്സും കാര്യങ്ങളുണ്ട്. പക്ഷെ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഫെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം.
ഏഷ്യയിലെ ലാർജസ്റ്റ് കോളേജ് ഫെസ്റ്റ് ഏതാണ്? കോളേജ് ഫെസ്റ്റ് ഒക്കെ നിങ്ങളുടെ ലാർജസ്റ്റ് കോളേജ് ഫെസ്റ്റ് കൂടി ഇന്ത്യയുമാണ്. പക്ഷെ ഞങ്ങളെ ഫെസ്റ്റ് ഒട്ടും മോശമല്ല. ഞങ്ങളെ കോളേജ് ഫെസ്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റുഡൻ്റാണ്. സോ ഒബ്വിയസ്ലി അതിൻ്റെതായ ഒരു പോരായ്മകൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. ശരി, ഫെസ്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, സ്പോർട്സിൻ്റെ കാര്യം വരട്ടെ. ഈ വർഷം ഇന്റർ IIT ജയിച്ചതാരാ? സ്പോർട്സ് ഇന്റർ IIT ജയിച്ചെന്ന് വെച്ചിട്ട് അത് സ്പോർട്സിൽ ഇന്റർ IIT എന്ന് പറഞ്ഞാൽ എല്ലാ IITസും തമ്മിൽ സ്പോർട്സിൽ കമ്പീറ്റ് ചെയ്ത് ജയിക്കുന്ന ട്രോഫിയാണ്. അത് ഈ വർഷം എടുത്തത് IIT മദ്രാസ്. അതൊക്കെ ഓക്കെ. ലൈക്ക് ഇന്റർ IIT ഒക്കെ പലരും അങ്ങോട്ടും കൂടെ മാറി മറിഞ്ഞു എല്ലാ പ്രാവശ്യവും മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ക്യാമ്പസിൽ ഇത്ര കൂടുതൽ ലൈക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾക്കും ഉണ്ട്. ജിംഖാന, ലൈക്ക് സാക്ക് എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ലെപ്പേർഡ്സ് ഉണ്ട് ഞങ്ങളുടെ ക്യാമ്പസിൽ. ലെപ്പേർഡ്സ് ഒക്കെ ഞങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങളെ പോലെ കുറേ ഉണ്ട്. അതൊക്കെ മതി ഞങ്ങളുടെ ക്യാമ്പസിൽ. അതൊക്കെ ഞങ്ങൾക്ക് കുറേ ഉണ്ട്. എക്സ്ട്രാ ലെപ്പേർഡ്സിന്റെ ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ IIT മദ്രാസും IIT ബോംബെ എന്ന് പറയുന്നത് രണ്ടും ടോപ്പ് തന്നെയാണ് അല്ലെങ്കിൽ? അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നിങ്ങളുടെ IITസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇനി ഇവരുടെ ക്യാമ്പസുകളെ കുറിച്ച് പറയാനുള്ളത് ഇവർ പറഞ്ഞു. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾ വേണം ചൂസ് ചെയ്യാൻ ഇതിലേതാണ് നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടത്, ഏത് ക്യാമ്പസ് നിങ്ങൾക്ക് ഒരു മൈൻഡിൽ വെക്കണം എന്നുള്ളത് ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ അപ്പം നമുക്ക് IIT മദ്രാസ്, IIT ബോംബെ എന്നുള്ള കാര്യം ഓക്കെ. അപ്പം നിങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലായിരുന്നു അല്ല? ഇവിടെ നിന്നാണ് നിങ്ങൾ ഈ പറയുന്ന IIT ബോംബെയിലേക്ക്, IIT മദ്രാസിലേക്ക് നിങ്ങൾ എത്തിയത്. അപ്പോൾ നിങ്ങളുടെ ഈ രണ്ടുപേരുടെ ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓവറോൾ നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ബ്രില്യൻ്റ് ഒരു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? ബേസിക്കലി ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. ലിബർട്ടി ഹോസ്റ്റലായിരുന്നു. ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. പിന്നെ ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെമ്മറീസ് ആണ് നമുക്ക്. നമ്മളിപ്പോൾ കാരണം ഇപ്പോൾ നമ്മൾ എല്ലാ ഫ്രണ്ട്സും ഓരോരോ IITയിലാണ്. ഇപ്പോൾ എല്ലാവരും വേറെ വേറെ സ്ഥലത്ത് വേറെ വേറെ ടോപ്പ് IITസിലും ടോപ്പ് NITസിലുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ അങ്ങനെ കുറേ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും, ഓക്കെ അന്നത്തെ കാലങ്ങൾ, അന്നത്തെ ഓരോ തമാശകളും അതൊക്കെ. പിന്നെ ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ആയാലും നമ്മൾ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ത്രൂ ഔട്ട് ചെയ്യുന്നത്. അതൊക്കെ ഇപ്പോൾ മെമ്മറീസ് ആണ്. കാരണം ഇപ്പോൾ IITയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻട്രാക്ഷൻസ് പറഞ്ഞാൽ ഇതുപോലെ അല്ലല്ലോ പ്രൊഫസേഴ്സായിട്ട്. നമ്മളുടെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് അപ്പോൾ അതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ കിഷോർ സർ, റാവോ സർ, സണ്ണി സർ, CVR സർ, ഇവരൊക്കെ ഇപ്പോൾ സാറുമാരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയിരുന്നു. അതേപോലെ കോർഡിനേറ്റേഴ്സ് ബിനിൽ സർ, ബിനോയ് സാറൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ അല്ലേ? ബേസിക്കലി ഞങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സപ്പോർട്ടൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റ് അഡ്വൈസ് നമ്മൾ കേട്ടു. നമുക്ക് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ ഇങ്ങനെ ഒരു IITയിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു അഡ്മിഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന് നമ്മൾ എന്നും നമ്മളെ താങ്ക്ഫുൾ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എന്നും ഉണ്ടാവും. എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ലൈക്ക് ഞങ്ങൾക്ക് ഈ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് ബിനോയ് സാർ, ബിനിൽ സാർ, റാവോ സാർ, കിഷോർ സാർ, എല്ലാവരും ലൈക്ക് ഈ സപ്പോർട്ട് ഞങ്ങളിവിടെ ഇന്ന് ഈ ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള കാരണം തന്നെ അവരാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ബ്രില്യൻറ്റിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് പഠിച്ച് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി കറക്റ്റായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഇന്ന് അവരുടെ ഡ്രീം ക്യാമ്പസുകളിൽ അവർ എത്തിച്ചേർന്നതും ഇപ്പോൾ അവർ ഇവിടെ ഇരുന്ന് ഈ ക്യാമ്പസുകളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കും എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് കറക്റ്റായിട്ട് പഠിച്ച് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന IITസിലും ഒക്കെ നിങ്ങൾക്ക് കയറിക്കൂടാൻ സാധിക്കും. സോ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ബ്രില്യൻ ഫാമിലി എല്ലാവരും ചേർന്നൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. ഇനിയുള്ള JEE അഡ്വാൻസിന് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് കരസ്ഥമാക്കുക. ഇവരെ പോലെ തന്നെ പിന്നെയും നമ്മുടെ ബ്രില്യനിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. സോ നമുക്ക് നല്ലൊരു ഓൾ ദ ബെസ്റ്റ് അവർക്ക് പറയാം അല്ലേ? യെസ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.